എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ? കൂർക്ക ഇഷ്ടമില്ലാത്ത ആരുമില്ലല്ലേ, എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് കൂർക്ക. ഇതിനെ ചൈനീസ് പൊട്ടറ്റോ എന്നും പറയും. അപ്പം ഞാനിത് തലേദിവസം തന്നെ ഈ കൂർക്ക എടുത്ത് വെള്ളത്തിലിട്ടതാണ്, മണ്ണൊക്കെ കഴുകി കളഞ്ഞിട്ട്. കാരണം രാവിലെ ആകുമ്പോഴത്തേന് ഇത് കുതിർന്ന് കിടക്കുമ്പം പെട്ടെന്ന് നമുക്ക് ചുരണ്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചുരണ്ടി കൊണ്ടുവരാം. ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ ചുരണ്ടി എടുക്കണം. അപ്പോൾ ഈ ചുരണ്ടുമ്പോഴത്തേനും നോക്കണം കേട്ടോ, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയ ചുളിവ് പോലെയൊക്കെ ഉണ്ട് കൂർക്കയുടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കെല്ലാം മണ്ണ് കയറിയിരിക്കും. ആ മണ്ണ് കത്തി വെച്ചൊന്ന് കിള്ളിക്കളയോ ചെത്തിക്കളയോ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് മെഴുക്കുവരട്ടിയൊക്കെ ആക്കി കഴിഞ്ഞ് കഴിക്കുമ്പോഴത്തേനും എന്ത് ചെയ്യുമെന്നറിയാമോ, മണ്ണ് കടിക്കും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളത്തിലേക്കാണ് ഈ കൂർക്ക ചുരണ്ടി ഇടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കളറങ്ങ് മാറിപ്പോകും. ഇനി കൂർക്ക ചുരണ്ടിയിട്ട് കയ്യിൽ കറ പറ്റുമെന്ന് ഓർത്തൊന്നും കൂർക്ക മേടിക്കാതിരിക്കരുത്. ഉപ്പ് പൊടിയില്ലേ, ഉപ്പ് പൊടി ഇട്ടിട്ട് കയ്യിൽ കൂർക്ക ചുരണ്ടിയതിന് ശേഷം നന്നായിട്ട് തേച്ച് കൊടുത്താൽ മതി. ആ കറയെല്ലാം അങ്ങ് പൊയ്ക്കോളുവേ. ഇതുപോലെ ഞാൻ ഈ വലിപ്പത്തിലാണ് അരിയുന്നത് മെഴുക്കുവരട്ടിക്ക്. ചെറുതായിട്ടോ അല്ലെങ്കിൽ കീറിയോ ഒക്കെ അരിയാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞ് കൊണ്ടുവരാം. ഇതുപോലെ അരിഞ്ഞെടുക്കണം കണ്ടോ. ഇതെല്ലാം അരിഞ്ഞ് കൊണ്ടുവരാം നമുക്ക്. നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് കൂർക്ക മെഴുക്ക് വരട്ടി എന്ന് പറയുന്നത്. ഇത് മസാലക്കറിയായിട്ടുമൊക്കെ വയ്ക്കാൻ നല്ലതാണ്. ഞാനിതെല്ലാം ചുരണ്ടി എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ കഴുകണം. ഒരു 5-6 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാനിപ്പോൾ ഒരു 10 ചെറിയ ഉള്ളിയും കൂടെ ഇവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടെ ഒന്ന് ഇതിനകത്ത് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സബോള ഇല്ലേ, ചെറിയ 2 സബോള എടുത്താലും മതി. ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. അരിഞ്ഞിട്ട് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി, ഇത് വേകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു 2 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. 2 എണ്ണം ഞാൻ ഇട്ടിട്ടുള്ളത്, പിന്നീട് നമ്മൾ മസാലയൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ്. ഇനി നമുക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊരു മൂടി എടുത്തൊന്ന് അടച്ച് വയ്ക്കാം. അവിടെ ഇരുന്നൊന്ന് വേകട്ടെ. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി നോക്കണം കേട്ടോ, വെന്തിട്ടുണ്ടോ, വെള്ളം പറ്റിപ്പോയോ എന്നൊക്കെ. നോക്കിയിട്ടുണ്ട്, ഞാൻ ഇളക്കി നോക്കി, പക്ഷെ വെന്തിട്ടില്ല. ഇത്തിരിയും കൂടെ ഒന്ന് വേകാനുണ്ട്. ഇത്തിരിയും കൂടെ ഒന്ന് വേകട്ടെ. വെന്തതിന് ശേഷം നമുക്ക് നോക്കാം. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. നോക്കുമ്പോഴത്തേനും നമുക്ക് അത് ഇപ്പം വെന്ത് കാണുമായിരിക്കാം. വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം. വെള്ളമൊക്കെ പറ്റി വെന്തിരിക്കുവാണ്. ഇനി നമുക്ക് കണ്ടോ, ഞെക്കി നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. കണ്ടോ, വെന്തിട്ടുണ്ട്, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒരുപാടങ്ങ് കുഴഞ്ഞു പോകരുത്, മെഴുക്കുവരട്ടിക്കൊന്നും വെന്ത് കുഴഞ്ഞു പോയാൽ കൊള്ളത്തില്ല. ഇനി നമുക്കൊരു ചെറിയൊരു ചീനിച്ചട്ടിയൊക്കെ അടുപ്പത്ത് വയ്ക്കാം. വെച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ടൊന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. വറ്റൽമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം അല്ലെ ഒരു സൈഡേ മൂക്കുള്ളൂ. ഇനി നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഇത്തിരി മസാലക്കൂട്ട്, ഞാൻ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഇട്ടത്. ഇനി അതിനകത്തേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ കൂർക്കയില്ലേ, കൂർക്ക നമുക്ക് ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുവാണേ. ഞാൻ പൊടി ഇട്ട് കൊടുത്തപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫാക്കിയായിരുന്നേ. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം പൊടിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഗ്യാസ് ഓണാക്കാനുള്ള ഇളക്കി കൊടുത്തു. കണ്ടോ, ഈ കൂർക്ക മെഴുക്കുവരട്ടി ഇഷ്ടമില്ലാത്ത ആരും ഇല്ലല്ലേ. ഇപ്പം ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നറിയാമോ, ഇതിനകത്തൊരു ഇത്തിരി
വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. കാരണം ആ പൊടിയൊക്കെ ഒന്ന് നമ്മുടെ കൂർക്കയിലൊക്കെ ഒന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിനി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് ഇതവിടെ ഇരുന്നൊന്ന് ആ പൊടിയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. കൂർക്ക മെഴുക്കുവരട്ടിയും ഒരു ചമ്മന്തിയും ഒരച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ചോറ് തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണേ. ഇതാ വെള്ളമൊക്കെ പിടിച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. കണ്ടോ? നിങ്ങൾ ഇതുപോലാണോ കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിനകത്ത് ആ ഓൾ ബട്ടണെല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുവേ. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. കണ്ടോ? ഞാനൊരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.